ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് പ്ലീറ്റഡ് നൈറ്റി കട്ട് ചെയ്ത് വെച്ചിരുന്നത് നമുക്കിന്ന് തയ്ക്കുന്നത് കാണാം. 2 മാസം മുമ്പ് കട്ട് ചെയ്ത് വെച്ചിരുന്നതാണിത്. അപ്പം നമുക്കിതുണ്ട്, ഇതിൻ്റെ ഈ കഴുത്തിനും അതുപോലെ ഈ ഭാഗത്തൊക്കെ നമുക്ക് പൈപ്പിങ് കൊടുക്കുന്നതിന് വേണ്ടി ഞാനിവിടെ 1.25 ഇഞ്ച് വീതിയിൽ ഇതുപോലെ ക്രോസ് പീസ് കട്ട് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ ജോയിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കത് ആദ്യം ഇവിടെ ഇതുണ്ട്, ഈ ലൈനിങ് പീസ് വെറുതെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തയ്ച്ച് ഇവിടെയും അതുപോലെ ജസ്റ്റ് ഒന്ന് തയ്ച്ചിട്ട് വരാം. കൂടാതെ നമുക്ക് ഈ കഴുത്തിൽ നിന്ന് ഇങ്ങനെ താഴോട്ടും പൈപ്പിങ് വെക്കുന്നതിന് വേണ്ടി നമുക്ക് ഈ ഭാഗം രണ്ടാക്കി കട്ട് ചെയ്യാം. ഇങ്ങനെ ഇതിലൂടെ കട്ട് ചെയ്യാം. അതിനുശേഷം ഞാൻ എൻ്റെ ഇവിടെയൊക്കെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, മാറിപ്പോകാതിരിക്കാൻ. എക്സസ് ആയിട്ടുള്ള തുണികൾ നമുക്ക് കട്ട് ചെയ്ത് കളയാം. അതുപോലെ ഇവിടെയും കളയാം. ഇത് ബാക്ക് സൈഡിലെ ലൈനിങ്ങിന് വേണ്ടിയാണ്. നമുക്ക് ഈ സെയിം കളറ് കിട്ടിയില്ല, അതാണ് ഈ കളറ് ലൈനിങ് ആണ് വെക്കുന്നത്. ഇത് 3 പീസ് നൈറ്റിയുടെ ബാക്ക് പീസാണ്. ഇത് ഞാൻ കണ്ട ലൈനിങ് ഇങ്ങനെ വെറുതെ ഒന്ന് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ക്രോസ് പീസ് കൊണ്ട് ഈ നെക്ക് ഇങ്ങനെ അടിച്ച് മറിക്കാം. ഇതൊരു 1.25 ഇഞ്ച് വീതിയിൽ ക്രോസ് പീസ് കട്ട് ചെയ്തിട്ട് ഞാനിങ്ങനെ എല്ലാം കൂടെ ഇങ്ങനെ തയ്ച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് ഇങ്ങനെ തയ്ച്ചെടുത്തിട്ട് വരാം. നമ്മളിത് പതിച്ചടിക്കാണ്. അതുകൊണ്ട് ഈ പീസ് ഇങ്ങനെ വെച്ചിട്ട് ഈ തുണിയുടെ ഈ തയ്ച്ചതിൻ്റെ ഈ തുമ്പല്ലേ, ഈ തുമ്പിൻ്റെ പുറത്തേക്ക് വെച്ചാണ് നമ്മളിങ്ങനെ പതിച്ചടിക്കുന്നത്. നമ്മൾ ഫ്രണ്ടിനൊക്കെ പൈപ്പിങ്ങൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ താഴെ നമുക്കൊരു പീസ് വെക്കണം. അതിന് വേണ്ടി ഞാൻ ഇങ്ങനെ 2 പീസ് ഇവിടുന്ന് ബാലൻസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഈ 2 വശം